ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി പൂരിയും ചോള ഭട്ടൂരിയും കറിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. കൂടെ തന്നെ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ. അതിനായി ഞാൻ 1.5 ഗ്ലാസ് ചെന്ന ദാൽ എടുത്തിട്ടുണ്ട്. അത് തലേദിവസം രാത്രി തന്നെ കുതിർത്ത് വെക്കണം. അതിനുശേഷം ഈ കുതിർന്നു വന്നിരിക്കുന്ന കടലയെല്ലാം നമ്മൾക്ക് കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് വേവിക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി കടലയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാം നല്ലപോലെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കടല മാറ്റി വെക്കാം. പിന്നീട് ഇത് കറിയിലോട്ടേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ് മാറ്റി വെക്കുന്നത്. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് 2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. നമുക്ക് ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. ശേഷം കുറച്ച് സ്പൈസസും ചേർക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരിഞ്ജീരകം, ബേ ലീവ്സ് ഇതൊക്കെ ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ശേഷം 2 മീഡിയം സൈസ് സവാള നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇതിലോട്ടേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നീട് ഒരു 3 തക്കാളി അരച്ചതും കൂടി ഇതിലോട്ടേക്ക് ചേർക്കാം. തക്കാളി അരച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യത്തിന് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിന് ആവശ്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ശേഷം അതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയൊക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് നമ്മൾ അരച്ചു വന്നിട്ട് ഈ സമയത്ത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് നട്ട്സ് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ഈ എവറസ്റ്റിന്റെ ചോള ഭട്ടൂരി മസാല പൗഡറാണ്. അതും ഇതിലോട്ടേക്ക് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്ത് അതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ നട്ട്സിന്റെ അരപ്പും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് കറി എത്ര തിക്കായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായ ചോള ഭട്ടൂരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാങ്ങാവുന്ന നേരത്ത് കുറച്ച് മേത്തി ലീവ്സും ബട്ടർ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നമുക്ക് ഒറ്റ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. നല്ല രുചികരമായ ചോള ഭട്ടൂരി റെഡിയായ. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് പൂരി നമുക്ക് ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും രുചികരമായ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.